CPM ഇപ്പോൾ വീട് കയറി ഇറങ്ങുകയാണ്. അതായത് സത്യത്തിൽ നിരങ്ങുകയാണ്. അത് വോട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈകൂപ്പിക്കൊണ്ട് കൈയൊക്കെ കൂപ്പി അങ്ങനെ നിരങ്ങുന്നുണ്ട്. ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പില്ല എങ്കിലും ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് അപേക്ഷിക്കാനും ജനങ്ങളുടെ കാലിൽ കിടക്കാനും ഒരു മടിയുമില്ല അവർക്ക്. അല്ല, അതില്ലെങ്കിൽ വിവരം അറിയും, വോട്ട് വീഴൂല. അതാണ് ഒരു പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയൊരു മാർഗരേഖ, അതായത് ഓരോ മതവിഭാഗത്തിന്റെയും വീടുകൾ കയറുമ്പോൾ വെളുപ്പിക്കാൻ വേണ്ടി ആ ഓരോ മതവിഭാഗത്തിന് അനുസൃതമായ രീതിയിലുള്ള ക്യാപ്സ്യൂൾ മാർഗരേഖ ഇറക്കി കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എന്ന് പറയാം. മതനിരപേക്ഷ കേരളമല്ലേ, അപ്പോൾ ഓരോ മതങ്ങൾക്കും പ്രത്യേകം പറയണം. എല്ലാവർക്കും ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ആവശ്യപ്പെട്ടത് ക്രിസ്ത്യാനികളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മുസ്ലിം സഹോദരങ്ങൾക്ക് ആവശ്യമുള്ളത് ഹിന്ദുക്കളോട് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. പക്ഷേ ഇത് അങ്ങനെ സംസാരിക്കല്ലേ, ഓരോരുത്തർക്കും എന്തൊക്കെ തരാമെന്നുള്ള കാര്യം തന്നെ പറഞ്ഞു പോകണം. നമുക്കത് കേൾക്കാനല്ലേ സൗകര്യം ഇഷ്ടമുണ്ടാവുള്ളൂ. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയല്ലേ? കടന്ന കൈയൊന്നും അല്ല. അപ്പൊ ഈ ജാതി തിരിക്കുന്നത് ആരാണ്? മതം തിരിക്കുന്നത് ആരാണ്? CPM-കാര് ആദ്യമേ മുതലേ അങ്ങനെ മതനിരപേക്ഷത എന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് അവരല്ലേ? അത് അവര് പറഞ്ഞോട്ടെ, അവരത് പറഞ്ഞ് പഠിക്കുക, അവരുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. പക്ഷെ ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇതൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ബാലൻ സഖാവിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്. ചിരിച്ച് നമുക്ക് വയ്യാണ്ടായി പോകും. ലോകത്തിലെ ഏറ്റവും വലിയ കക്ഷി ആരാണ് പറയൂ? CPM. എന്താണ് ബാലൻ സഖാവ്? പിന്നെ വേറെ ഏത് പാർട്ടിയെ കുറിച്ച് പറയും? ഞങ്ങൾ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും. ഞങ്ങൾ പറഞ്ഞാൽ ഞാനല്ല കേട്ടോ, ബാലൻ സഖാവിന്റെ ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ട്. നമ്മുടെ നിയമകാര്യ മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ, ആ സമയത്തൊന്നും പറയാൻ പറ്റിയില്ല. ഇപ്പൊ അദ്ദേഹം ഒരു കമ്മിറ്റിയിലും ഇല്ല. അപ്പൊ എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇപ്പം നേരത്തെ പ്രജിത പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്കാണെങ്കിലും ക്രിസ്ത്യാനികൾക്കാണെങ്കിലും മുസ്ലിമുകൾക്കാണെങ്കിലും അവരുടെ നിർവ്വാണം, അതായത് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ CPM-ന്റെ അനുഭാവികളായി നിന്നേ പറ്റുള്ളൂ. CPM-കാർക്ക് നല്ല സുഖമായി ജീവിക്കാനും ഭൂമിയിലെ സ്വർഗത്ത് താമസിക്കുവാനും വോട്ട് വേണം. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി. ചാക്ക് കണക്കിനാണ് ഓരോരുത്തരുടെ വീട്ടിലേക്കും കൊണ്ടുപോകുന്നത് പൈസ. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തുണ്ടായിരുന്നു ആസ്തി? ഭാര്യയുടെ ഒരു ടീച്ചർ ജോലിയിൽ നിന്നുള്ള വരുമാനമല്ലാണ്ട് അറിയപ്പെടുന്ന ഒരു ജോലിയും അദ്ദേഹം ചെയ്തിട്ടില്ല. കട്ടൻ കാപ്പിയും പരിപ്പ് വടയും കഴിച്ചു. ദിനേശ് ബീഡി ഒരിക്കലൊന്നും എനിക്ക് അറിഞ്ഞൂടാ, സഖാക്കളുടെ ആയിരുന്നു ദിനേശ് ബീഡി. അത് മാത്രമല്ലേ ഉള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ എവിടെ എത്തി അല്ലേ? അപ്പം നമ്മുടെ കേരളത്തിലെ കാര്യം പ്രജിത പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ എന്തിനാണ് ഓരോ മതവിഭാഗത്തെയും വേറെയായി കാണുന്നത്? നമുക്ക് എല്ലാവർക്കും ചേർന്ന് 10 പേജിൻ്റെ ഇന്നിന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നല്ലേ നമ്മളൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു പാർട്ടിയിൽ നിന്നും വിചാരിക്കുന്ന ഒരു പൊതുവായൊരു മാർഗരേഖ. ഇങ്ങനൊരു മാർഗരേഖ ഉണ്ടാക്കാനുള്ള കുബുദ്ധി ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഇവരുടെ വിചാരം ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇവരുടെ ബുദ്ധിയിൽ ഇവർക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ കേരളത്തിലാണ്, ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്, കേരളത്തിൽ നടക്കുന്നത് പോലെ ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഒരിടത്തും നടക്കുന്നില്ല. ഈ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഇനിയിപ്പോൾ കോൺഗ്രസ് തുടങ്ങും. കോൺഗ്രസ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഇത്ര പേർക്ക് ഇത്രയും പേർക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഒരു പേരെനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. അവരുടെ വയനാട് നടന്ന ക്യാമ്പിൽ ഒരു മാന്യദേഹം കർണാടകയിൽ നിന്ന് വന്ന് എന്തോ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പം ഇങ്ങനെ ജനങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എത്ര ഇതുണ്ട്. ഇപ്പോൾ 1 കോടി ഹിന്ദുക്കൾ, 1.25 കോടി ഹിന്ദുക്കൾ, 90 ലക്ഷം മുസ്ലിം സഹോദരന്മാർ, 80 ലക്ഷം ക്രിസ്ത്യൻ സഹോദരന്മാർ എന്ന് പറഞ്ഞ് ഇവരെത്ര വോട്ട് ഇവരിൽ നിന്ന് നമുക്ക് കിട്ടും, എങ്ങനെ കിട്ടിയാൽ എങ്ങനെ ജയിക്കും? ബാലൻ സഖാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? കോൺഗ്രസ് ജയിച്ചു, കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടി. പക്ഷേ വോട്ട് ഷെയർ കൂടിയ ഞങ്ങൾക്കാണ് 6%, 30 എന്നുള്ളത് 36. അവർ 2%, 3% എന്തോ കുറഞ്ഞു. BJP-യുടെ 2% കുറഞ്ഞു. അപ്പോൾ വോട്ട് ഷെയർ ഞങ്ങൾക്കാണ് കൂടിയത്. അത് വെച്ച് നോക്കുമ്പോൾ 75ഓളം സീറ്റുകളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 75 അബ്സല്യൂട്ട് മെജോറിറ്റി. ആ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് പൊതുവായിട്ട് തദ്ദേശത്തിൽ കാണുന്ന അതേ പാറ്റേൺ ആയിരിക്കില്ല ഒരു പക്ഷേ നിയമസഭയിൽ വരുന്നത്. നിയമസഭയുടെ പാറ്റേൺ അല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വരുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്നാൽ പോലും ലേശം ഉളുപ്പില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ കഴിഞ്ഞ തവണയും
വീട് കയറി ഇറങ്ങി ഹിന്ദു വിശ്വാസികളുടെ കാല് പിടിച്ചാണ് ജയിച്ചത്. ഇപ്പോഴും അവർ ഇതേ സമീപനം തുടരുകയാണ്. അപ്പോൾ അതിനിടയിൽ കുത്തിത്തിരിപ്പാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയുടെ വീട്ടിൽ കയറി മാപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അജണ്ട പ്രഖ്യാപിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അതിനനുസൃതമായ രീതിയിൽ. അപ്പൊ ഇതെല്ലാം തലപ്പത്ത് നിന്ന് വരുന്നതാണ്. ഒന്നും മുഖ്യമന്ത്രി അറിയാണ്ടല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ അത് മുഖ്യൻ അറിഞ്ഞിട്ടുണ്ടാവോ? അത് CPM-ന്റെ താഴെത്തട്ടിലല്ലേ എന്ന് പറയാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാൻ പോകുന്ന ഇലക്ഷൻ ആണെന്ന് അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മുഖ്യമന്ത്രി ഇത് മുഴുവൻ നോക്കി വെറ്റ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയും കൂടെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും തന്നെ നമ്മൾ മനസ്സിലാക്കണം. പ്രതിത വായിച്ചോ എന്നറിയില്ല, ഹജ്ജിന് പോകുന്ന സ്ത്രീകൾക്കുള്ള ഇരിപ്പിടങ്ങൾ എന്തോ ശരിയാക്കുന്നു. ഇവിടെ പോകുന്ന എന്താണ് ഹജ്ജിന്റെ കാര്യമാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ മതന്യൂനപക്ഷ പ്രീണനമായിട്ട് തന്നെ നമ്മൾക്ക് കാണേണ്ടി വരും. ഇത്രയും നാളും ഇവരെല്ലാവരും നന്നായിട്ട് തന്നെയല്ലേ ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നിരുന്നത്. പെട്ടെന്ന് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം? നമ്മളുടെ വീടുകളിൽ കയറി ഇറങ്ങി വരുമ്പോൾ ഇവർ പറയും ശബരിമല ഞങ്ങൾക്ക് ഭയങ്കര പവിത്രമായ സ്ഥലമാണ്, ഞങ്ങൾ ആഗോള സംഗമം നടത്തിയില്ലേ. അതിനുള്ള പൈസ ആരുടെ കിറ്റിൽ നിന്നാണ് പോകുന്നത്? നമ്മളുടെ ടാക്സ് മണിയാണ്. അല്ലാണ്ട് പിണറായി സഖാവിൻ്റെയോ മാഡത്തിന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നുള്ള കാശല്ല. മകൾക്ക് കൊടുത്തല്ലോ തുടങ്ങാനായിട്ട്. അതുപോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റിൽ നിന്ന് കിട്ടുന്ന കാശല്ല. നമ്മളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുക എന്ന് തന്നെയാണ് ഇവരുടെ പ്രത്യേകം ഇറക്കിയിരിക്കുന്ന ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് രഹസ്യമായിട്ട്. നമ്മൾ കാണുന്നില്ല. ക്രിസ്ത്യാനികളുടെ പോകുമ്പോൾ കണ്ടോ എന്ത് കൺസിഡറേറ്റാ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യം ചെയ്തല്ലോ. മുസ്ലിം സഹോദരങ്ങളുടെ അയ്യോ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളോ. ഹിന്ദു സഹോദരന്മാരെത്തുമ്പോൾ ദൈവമേ വേറെ ആരും പറയാത്ത കാര്യമാണല്ലോ ഇവർ അധികാരത്തിൽ വന്നാൽ ചെയ്തു തരാൻ പോവുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളിയും സുകുമാരൻ എല്ലാം തമ്മിലുള്ള ഇപ്പോൾ ഒരു ഏകീകരണം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മുൻനിർത്തിയിട്ട് എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഇതിന്റെ ഒരു ടാക്ടിക്സ് മനസ്സിലാക്കി ഇതിനെ മുതലെടുത്തുകൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ എപ്പോഴും CPM ആയാലും UDF ആയാലും പറയുന്നത് BJP വർഗീയ പാർട്ടിയാണെന്നുള്ളതാണ്. പക്ഷെ BJP വർഗീയ പാർട്ടിയാണ് എന്ന് ഇവർ പറയണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഉളുപ്പില്ലായ്മ ഇവർ കാണിക്കാതിരിക്കണ്ടേ? മതം തിരിച്ച് ജാതി തിരിച്ച് എന്താ പറയാ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും കയറി പ്രത്യേകം പ്രീണനം നടത്തുന്നത് ഈ പാർട്ടികളല്ലേ? BJP ഞാനൊരു കാര്യം പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. എവിടെയാണ് ക്രിസ്ത്യാനി വരുന്നത്, ഹിന്ദു വരുന്നത്, മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ്, മുസ്ലിം എന്ന പേരിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പാർട്ടിയാണ്. PC ജോർജ് സാറില്ലേ, ഷോൺ ജോർജ് ഇല്ലേ, അനൂപ് ആൻ്റണി ഇല്ലേ, അബ്ദുള്ളക്കുട്ടി സാറില്ലേ, സലാം സാറില്ലേ, അവരൊക്കെ ഇതിൻ്റെ ഇതാണോ? ഒരു രാഷ്ട്ര പുനർനിർമ്മിതിയിൽ ചേർന്ന് നിൽക്കുന്നു. എത്ര നാൾ ഇങ്ങനെ പറയാൻ പറ്റും? എത്ര നാളിങ്ങനെ പറഞ്ഞ ജനങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാക്കാനായിട്ട്, ടെൻഷൻ ഉണ്ടാക്കാനായിട്ട് BJP വന്നാൽ, ഞാൻ പറഞ്ഞു ഒരു തവണ ഇലക്ഷൻ ക്യാമ്പയിന് പോയപ്പോൾ BJP വന്ന ഗ്യാസ് ചേമ്പർ ഇടുന്നവരവർ പറഞ്ഞ് മനസ്സിലാക്കി. വാതിൽ തുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളെൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നില്ലേ ദിവസം രാവിലെ മോർണിംഗ് വാക്കിന്, ആദ്യം ഞങ്ങൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ഗ്യാസ് ചേമ്പറിനെ കുറിച്ച് ആലോചിക്കാം. തൽക്കാലം ഗ്യാസ് കുറ്റി ഓൺ ചെയ്ത് ചായ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പം ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ പേടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ 3 ഡിഫറെൻറ്റ് ടൈപ്പിലെ ഒരു ഗൃഹസമ്പർക്കത്തിനായിട്ടുള്ള അജണ്ട ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രജിത അറിയുന്നില്ല പ്രജിതയോട് എന്താ അല്ല എന്നോട് എന്താ പറയുന്നത്, ഞാൻ അറിയുന്നില്ല പ്രജിതയോട് എന്താ പറയുന്നത്, അല്ലെങ്കിൽ സന്ദീപ് അറിയുന്നില്ല നമ്മളോട് എന്താ പറയുന്നതെന്ന് അറിയുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസമാണ് അവിടെ, എല്ലാവരെയും ഒരേപോലെ കാണേണ്ട ഒരു പാർട്ടിക്ക് 3 തരത്തിലെ ഡിഫറെൻറ്റ് മതമേ ഇല്ല ദൈവമേ ഇല്ല. അപ്പോൾ 3 തരത്തിലെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ കൊണ്ട് നടക്കണമെങ്കിൽ അവരെ കാറൽ മാർക്സും ഏംഗൽസും പഠിച്ച തത്വശാസ്ത്രങ്ങളിൽ നിന്നും വളരെ അകന്നു പോയിരിക്കുന്നു. അവർക്ക് വേണ്ടതും അധികാരമാണ്. അധികാരം മാത്രം മതി, പൈസ മാത്രം മതി. അന്ന് കിട്ടിക്കഴിഞ്ഞാൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവമേ മാറും.
പിന്നെ അവർക്ക് ബോധം ഉദിക്കുക എങ്ങനെയാ 4 കൊല്ലവും 9 മാസവും കഴിയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഓർമ്മ വരും. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് ഉള്ള കാര്യങ്ങൾ ഉടനെ ജനങ്ങൾക്ക് പ്രീണനത്തിനായി പുറത്തേക്ക് ഇറങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളതിൽ മയങ്ങി വീഴാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ധാരാളം കാര്യങ്ങൾ നമ്മൾ ലോകത്തും കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ലിപ്തമായ ലേഖനങ്ങളുടെ കാമ്പ് ഇല്ലായ്മ മനസ്സിലാക്കുക, അല്ലേ പ്രജിത? അതിൽ യാതൊരു കാമ്പുമില്ല. നമ്മളെ അകറ്റാനും നമ്മളെ ശത്രുക്കളാക്കാനും നമ്മൾ തമ്മിലൊരു ചേരിചെരിവ് ഉണ്ടാക്കാനും നമ്മളുടെ ഇവിടുത്തെ സാഹോദര്യം തകർക്കുവാനുള്ള അജണ്ടയായിട്ട് മാത്രം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 3 പ്രത്യേക തരത്തിലെ ലഘുലേഖ നമ്മൾ കാണണം. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം, ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കണം. അത് മാത്രമാണ് പറയാനുള്ളത്.